ചോദിക്കട്ടെ, ഇതിൽ അദ്ദേഹം ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ആ റൂമിൽ പോയി അദ്ദേഹം പരിശോധിച്ചു, മറ്റു ആളുകൾ കൂടെ ഉണ്ടായിരുന്നു, അതിനകത്തൊരു ബോക്സ് കണ്ടു എന്നപ്പോൾ മോസിലോസ്കോപ്പ് ഏതാണ് നെഫ്രോസ്കോപ്പ് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഇവരാണോ ആ റൂം പരിശോധിക്കാൻ പോയിരിക്കുന്നത്? എന്താണെന്ന് ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നെഫ്രോസ്കോപ്പും മോസിലോസ്കോപ്പും ഇത് രണ്ടും ഏകദേശം ഒരുപോലെയുള്ള ഉപകരണങ്ങളാണ്. ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവർക്ക്, ഒരു ന്യൂറോ സർജന് മാത്രമേ ഇതിൻ്റെ ഒരു വ്യത്യാസം, വലിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളാണ്, ഒരു ന്യൂറോ സർജന് മാത്രമേ പലപ്പോഴും ഇതിൻ്റെ ഒരു വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കൂ എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ഇത്തരത്തിൽ പല ഉപകരണങ്ങളും ഉപയോഗിക്കാൻ പറ്റാത്തവരാണ് ആ മെഡിക്കൽ കോളേജുകളിലൊക്കെ തുടരുന്നത് എന്ന് ഡോക്ടർ ഹാരിസ് തന്നെ മുൻപേ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ തിരിച്ചറിയേണ്ട കാര്യം നമ്മൾ പറയേണ്ടതില്ലല്ലോ. ഈ നെഫ്രോസ്കോപ്പും മോസിലോസ്കോപ്പും വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങളുള്ള രണ്ട് പ്രോബുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവാത്തത് കൊണ്ടാണ് ഡോക്ടർ ഹാരിസിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഇവർ ഉന്നയിച്ചത്. പക്ഷേ അതും പാളിപ്പോവുകയായിരുന്നു. ഈ മോസിലോസ്കോപ്പാണെന്ന് കരുതി ഇവർ നെഫ്രോസ്കോപ്പുകളാണ് ഇത്തരത്തിൽ ഹാരിസിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഹാരിസിനെതിരെ ഉന്നയിച്ച വലിയൊരു ആരോപണം പാടെ പൊളിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിഗതിയായിരുന്നു. ഈ ഒരു വാർത്താ സമ്മേളനത്തിനെതിരെ DME തന്നെ നേരിട്ട് ഈ പ്രിൻസിപ്പളിനെ വിളിച്ച് ഈ റിപ്പോർട്ടുകൾ വായിക്കാൻ പറയുകയായിരുന്നു. ഈ ആരോപണം, ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കാൻ പറയുകയായിരുന്നു. നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതിനു പിന്നിൽ വലിയൊരു ഗൂഢാലോചന തന്നെയാണ്. ഏത് വിധേനയും ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുക്കണം എന്നുള്ള ഒരു പ്രതികാര ബുദ്ധിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനത്തിനിടെ DME തന്നെ ഒരു വലിയൊരു പോസ്റ്റിലിരിക്കുന്ന, ഒരു ഔദ്യോഗികമായിട്ട് വലിയൊരു പോസ്റ്റിലിരിക്കുന്ന ആൾ ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ വിളിച്ച് റിപ്പോർട്ട് വായിക്കൂ എന്ന് പറയാൻ ആ ഒരു ഉത്തരവ് നൽകാൻ കാരണം എന്തായാലും ഇദ്ദേഹത്തിനെതിരെ, ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുക്കണമെന്ന ഒരു ഗൂഢാലോചനയുടെ പുറത്ത് തന്നെയാണെന്ന് പറയാം. എന്നാൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പൊതുസമൂഹം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിലെ വിവിധ സംഘടനകൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KGMCTA പോലെയുള്ള സംഘടനകൾ ആരോഗ്യമന്ത്രിയുമായി വരും ദിവസങ്ങളിൽ ചർച്ച നടത്തും. ഇത്തരത്തിൽ ഡോക്ടർ ഹാരിസിനെതിരെ ഏതെങ്കിലും ഒരു നടപടി എടുക്കുകയാണെങ്കിൽ അത് നടപടിയെടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഇത്തരം ആരോഗ്യ സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലൊരു നടപടിയെടുത്താൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നും ആരോഗ്യ സംഘടനകൾ വ്യക്തമാക്കുന്നുണ്ട്. ജിൽസി, എന്തായാലും അത്യന്തം കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സിറ്റുവേഷനാണ്. ഇതിൽ നമ്മൾ ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ടത് എന്താണ് ഡോക്ടർ ഹാരിസ് ചെയ്ത കുറ്റം. അദ്ദേഹം തന്നെ ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യത്തിനുള്ള ഉപകരണങ്ങളില്ലാതെ ചികിത്സ പോലും മുടങ്ങിപ്പോകുന്ന വിഷയം, അത് പലയാവർത്തി അധികൃതരോട് പറഞ്ഞിട്ടും അവർ കേൾക്കാതായപ്പോൾ അത് പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള കുറ്റമാണോ അദ്ദേഹം ചെയ്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് ഈ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞ ഈ സോ കോൾഡ് സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം ഇത്ര അപകടകാരിയാണ് എന്നുകൂടി പൊതുജനം തിരിച്ചറിയുന്ന ചില സംഭവവികാസങ്ങൾ കൂടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സത്യം വിളിച്ചു പറഞ്ഞ സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിവരങ്ങൾ പുറത്തെത്തിച്ച ഒരാളെ എങ്ങനെയാണ് ശിക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അതിന് ആരോഗ്യരംഗത്തെ പ്രമുഖരടക്കം എങ്ങനെ ഒന്നടങ്കം കൂട്ടുനിൽക്കുന്നു? അപ്പോൾ ഈ ആരോഗ്യമന്ത്രി പറഞ്ഞ സിസ്റ്റം എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സ്വയം പരിഹാസ്യരാകുന്ന ഇത്തരം നടപടിയിൽ നിന്ന് ആരോഗ്യ വകുപ്പ് പിൻവാങ്ങിയില്ലെങ്കിൽ അതിനൊരു വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ലക്ഷോപലക്ഷം ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു തിരിച്ചറിവെങ്കിലും ആരോഗ്യ മന്ത്രിക്കും ആരോഗ്യ രംഗത്തെ വിദഗ്ധർക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം തന്നെ ഡോക്ടർ ഹാരിസിനൊപ്പം എല്ലാ സമയത്തും ഉറച്ചു നിന്ന KGMCTA പോലുള്ള സംഘടനകൾക്ക് കൂടി വലിയ പിന്തുണ ഈ അവസരത്തിൽ നൽകേണ്ടതുണ്ട്. ഡോക്ടർ ഹാരിസിനെതിരായ നടപടിക്ക് ഇപ്പോൾ സർക്കാർ മടിക്കുകയാണ്. ആകെ മുഖം നഷ്ടപ്പെട്ട സർക്കാരിന് ഇപ്പോൾ നടപടിയെടുക്കില്ല എന്നൊരു ഉറപ്പ് മാത്രമേ നൽകാനുള്ളൂ. അത്തരം ഒരു ഉറപ്പ് KGMCTAക്ക് നൽകിക്കൊണ്ട് തന്നെ ഈ പരിഹാസ്യമായ നാടകത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഡോക്ടർ ഹാരിസ് ഇന്നിപ്പോൾ ഒരാഴ്ചത്തെ അവധി കഴിഞ്ഞ് ജോലിയിൽ തിരികെ പ്രവേശിക്കുക കൂടിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മടിയിൽ കനമില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും ഒളിപ്പിക്കാനില്ല. അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങളെല്ലാം തന്നെ അത് സത്യം, അത് തെളിയിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൂടിയാണ് ആശ്വാസകരം. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അത്ര ആശ്വാസകരമല്ല എന്നുള്ളത് കൂടിയാണ്. വരും മണിക്കൂറുകളിൽ ഡോക്ടർ ഹാരിസിന്റെ ഒരു പ്രതികരണം കൂടി ലഭ്യമാകുമോ എന്നുള്ളത് കൂടി നോക്കാം. എന്തായാലും